നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പ്രഭാത വാർത്ത തുടങ്ങുകയാണ്. ഇത് ജൂൺ 29 ശനിയാഴ്ചയാണ്. ഉത്തരേന്ത്യയിൽ നാശം വിതയ്ക്കുകയാണ് മഴ. വെള്ളക്കെട്ടിൽ വലയുന്നു ഡൽഹി. സർവകലാശാല പ്രതിനിധികളില്ലാതെ VC നിയമനത്തിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. ഈ നടപടിയിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഏത് രീതിയിലാകുമെന്നത് ഇന്നത്തെ വാർത്തകളിൽ നിർണായകമാകും. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പരീക്ഷയുണ്ടാകും. 2020 ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നിർണായക ഫൈനൽ മത്സരം ഇന്നാണ്. കായിക പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ മഴയ്ക്കിടെ ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമാകുകയാണ്. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ കനത്ത മഴയിൽ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞു വീണ് 3 കുട്ടികൾ മരിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരുക്കേറ്റു. ഡൽഹിയിലെ സുൽത്താൻ ബെൽക്കെട്ട് വെള്ളക്കെട്ടിൽ കളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട 2 കുട്ടികൾ മരിച്ചു. ഡൽഹി വസന്തവിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ 3 തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അസം എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഡൽഹിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകന യോഗം നടത്തും. ഡൽഹി സർക്കാരിലെ ഹൌസിംഗ്, റോഡ് ട്രാൻസ്പോർട്ട്, ജൽശക്തി മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വല്ലാത്ത മഴക്കെടുതിയാണ് അവിടെ. മഴക്കെടുതി രൂക്ഷമാകുമ്പോൾ ഈ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം, അതിന് ഏത് രീതിയിലാണ് യോഗത്തിൽ ചർച്ചയുണ്ടാകുക? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ഈ വല്ലാത്ത മഴക്കെടുതി എന്ന് നമ്മൾ പറയുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിക്ക് ഇത്തരത്തിലുള്ള ഒരു മഴ ശീലമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. വർഷങ്ങളായിട്ട് ഡൽഹിയെ സംബന്ധിച്ച് ഈ പെയ്യുന്ന മഴയുടെ അളവ് ഇന്നലെ പെയ്ത മഴയുടെ അളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തുലോം കുറവാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇന്നലെ ശക്തമായിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയാണ് രാത്രി സമയത്തുൾപ്പെടെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടെ ഡൽഹിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഡൽഹിയിൽ ഈ നഗരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വെള്ളം മഴ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മഴയുണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പാകത്തിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായ സമയത്ത് ഞാൻ ഈ നിൽക്കുന്ന പ്രദേശമൊക്കെ ഏതാണ്ട് മുട്ടൊപ്പം വെള്ളത്തിൽ ആകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത്. സാധാരണ ആളുകളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദുസ്സഹമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഡൽഹി നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും, എല്ലാ പ്രാന്തപ്രദേശങ്ങളിലേക്കും വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ITO അടക്കമുള്ള ഇടങ്ങളിൽ, അതായത് രാജ്യ തലസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അടക്കം ഈ വെള്ളക്കെട്ട് ദൃശ്യമാകുന്ന വിധത്തിലേക്ക് വലിയ കൊട്ടിഘോഷിച്ച് നമ്മൾ ഉണ്ടാക്കിയ കീഴ്പാതകൾ അടക്കമുള്ളവ വെള്ളത്താൽ നിറയുന്ന ഒരു കാഴ്ചയും ഡൽഹി കണ്ടു. ഈ സാഹചര്യത്തിൽ സർക്കാരുകളെ സംബന്ധിച്ച്, ഡൽഹി സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. വെള്ളം കെട്ട് നേരിടാനായിട്ട് ഒരു വിധത്തിലുള്ള ക്രമീകരണങ്ങളും നടത്താൻ അവരെ സാധിച്ചില്ല എന്നുള്ളത് ഇരു സർക്കാരുകൾക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത്. ഡൽഹി സർക്കാരിൻ്റെ വ്യത്യസ്ത മന്ത്രാലയങ്ങളിലെ മന്ത്രിമാരെ കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തും. ജനങ്ങളെ സംബന്ധിച്ച് ഈ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും തമ്മിൽ നടക്കുന്ന ശീത സമരം ഡൽഹിയിലെ എല്ലാ ജനങ്ങളുടെയും സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് അവസ്ഥയാണ്. അതുകൊണ്ട് വലിയ അമർഷവും ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഡൽഹിയിൽ ആം ആദ്മിയുടെ ഇപ്പോഴത്തെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏതായാലും ഈ രാഷ്ട്രീയ ഭിന്നതകളൊന്നും തന്നെ ഈ വെള്ളക്കെട്ടിനെ പരിഹരിക്കുന്ന യോഗത്തിൽ അതൊരു വലിയ പ്രശ്നമാകാതിരിക്കട്ടെ. സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട്. അവരുടെ നിത്യജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രശ്നം പരിഹരിച്ച് അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുന്നു എന്ന വിവരമാണ് വരുന്നത്. മഴയുടെ തീവ്രത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ജൂലൈ 4 ശേഷം കാലവർഷം വീണ്ടും സജീവമായേക്കും. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. സർവകലാശാല VC നിയമനത്തെ ചൊല്ലി വീണ്ടും ഗവർണർ സർക്കാർ പോര്.
ഗവർണർ സ്വന്തം നിലയിൽ നിയമനത്തിനായി കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ തർക്കത്തിന് തുടക്കമിടുന്നത്. നിയമസഭ പാസാക്കിയ നിയമപ്രകാരം 5 അംഗ കമ്മിറ്റിയാണ് VC നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കേണ്ടത്. എന്നാൽ ഇതിന് രാഷ്ട്രപതി ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. നിയമസഭ നിയമം പാസാക്കിയ സാഹചര്യത്തിൽ പഴയ രീതി അനുസരിച്ച് VC നിയമനത്തിനുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടും കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ സർവകലാശാലകൾ നൽകാതിരുന്നത്. എന്നാൽ സ്വന്തം നിലയിൽ 2 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കാനാണ് ഗവർണറുടെ തീരുമാനം. രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാലകൾ പ്രതിനിധികളെ നൽകുന്നില്ല എന്നതാകും രാജ്ഭവൻ കോടതിയെ അറിയിക്കുക. ഇതിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്ന CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കാനായില്ലെന്നും പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാനായില്ല എന്നും വിമർശനമുണ്ടായി. കേരളത്തിലെ പ്രകടനത്തിലും വിമർശനമുണ്ട്. അടിത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായില്ലെന്നും ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ ആവശ്യമുണ്ടെന്നും നിർദ്ദേശമുയർന്നു. കേരളത്തിൽ നിന്ന് 2 പേരാണ് ആദ്യ ദിനം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ബംഗാളിലെ പ്രകടനം സംബന്ധിച്ചും വിമർശനങ്ങൾ ഉയർന്നു. ചർച്ചകൾ ഇന്നും തുടരും. വൈകിട്ട് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കും. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ആ യോഗത്തിൽ വരാനിരിക്കുന്ന നിയമസഭ, വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകളാണ് മുഖ്യ അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി എന്ന നിലയിൽ കുറഞ്ഞ സമയവും വലിയ വെല്ലുവിളികളുമാണ് മുന്നിലുള്ളതെന്ന് OR കേളു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വയനാട്ടിലെത്തിയ മന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇടതുമുന്നണി ഒരുക്കിയത്. മന്ത്രിയായി ചുരം കയറിയ OR കേളുവിന് ലക്കിടി ജില്ലാ കവാടം മുതൽ ലഭിച്ചത് ഊഷ്മള സ്വീകരണം. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലേക്ക്. ഇടതുമുന്നണി ഒരുക്കിയ സ്വീകരണത്തിൽ മന്ത്രിയെ അഭിനന്ദിച്ച് നേതാക്കൾ. വയനാട്ടിലെ പ്രശ്നങ്ങൾ നല്ലതുപോലെ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കും. പരിമിതികളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തെ ഒറിജിനൽ മന്ത്രിയായി മാറരുത് എന്നാണ്. നല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒറിജിനൽ മന്ത്രിയായാൽ എന്ത് പറഞ്ഞാലും അവരുടെ ഇപ്പം ശരിയാക്കാറില്ല. വയനാട്ടിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസനത്തിൽ നടപടിയുണ്ടാകും. വന്യമൃഗശല്യം പരിഹരിക്കൽ, ചുരം ബദൽപാത സാധ്യമാക്കൽ, രാത്രിയാത്രാ നിരോധനം നീക്കം ചെയ്യൽ തുടങ്ങിയ നടപടികൾക്ക് പ്രത്യേകം പരിഗണനയുണ്ടാകും. വിജയിച്ച വിജയം ഞാൻ എഫേർട്ട് എടുക്കുമെന്ന കാര്യത്തിൽ ഡെഫിനറ്റാണ്. അതിൽ പ്രധാനമായിട്ടും വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി മാത്രമാണ് ഞാനൊരു സങ്കല്പം കാണുന്നത്. ആഴ്ചയിൽ 2 ദിവസം ജില്ലയിൽ ഉണ്ടാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ജില്ലയുടെ ചുമതല AK ശശീന്ദ്രനിൽ നിന്ന് OR കേളുവിലേക്ക് എത്തുമെന്നും സൂചനയുണ്ട്. 24 വയനാട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നെറ്റ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. UGC നെറ്റ് ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലുണ്ടാകും. CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയും NCET പരീക്ഷ ജൂലൈ 10-നും നടക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ജാർഖണ്ഡിൽ സ്കൂൾ പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും CBI അറസ്റ്റ് ചെയ്തു. ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ എഹ്സാനുൽ ഹക്കിനെയും വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലത്തിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. NTA-യുടെ സിറ്റി കോർഡിനേറ്റേഴ്സ് ആയിരുന്നു ഇവർ. കേസിൽ നേരത്തെ ഇവർ CBI കസ്റ്റഡിയിലായിരുന്നു. പറ്റ്നയിലെത്തിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇവർക്ക് പങ്കുള്ളതായി CBI വൃത്തങ്ങൾ അറിയിച്ചു. കേസിൽ 6 പേരെ കൂടി CBI കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി സംശയിക്കുന്ന സ്കൂളാണ് ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂൾ. പ്രാഥമിക അന്വേഷണത്തിൽ വലിയ വീഴ്ചകളാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കളിയിക്കാവിളയിൽ ക്വാറി ഉടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി സുനിൽ കുമാറിനെ കണ്ടെത്താനാകാതെ തമിഴ്നാട് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം 3 സ്ക്വാഡുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും അന്വേഷണം നടക്കുന്നുണ്ട്. സുനിൽകുമാറിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് കാര്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചില്ല. വാട്സാപ്പ് കോളിലൂടെയാണ് പ്രതികൾ ആശയവിനിമയം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുനിൽകുമാറിന്റെ സുഹൃത്ത് പൂവാർ സ്വദേശി പ്രദീപ് ചന്ദ്രനെ റിമാൻഡ് ചെയ്തു.
തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരൻ്റെ ദേഹത്ത് തിളച്ച ചായ വീണ് പൊള്ളലേറ്റ സംഭവത്തിൽ വിശദാന്വേഷണത്തിനൊരുങ്ങി പോലീസ്. കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛനാണ് പൊള്ളിച്ചതെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണന്തല പോലീസ് കുടപ്പനക്കുന്ന് സ്വദേശി ഉത്തമനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് ഇന്നലെ വൈകിട്ടോടെ ഉത്തമനെ വിട്ടയച്ചു. കുട്ടിയുടെ ദേഹത്ത് ചായ ഒഴിച്ചത് ഉത്തമനല്ല എന്നും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തെന്നി വീണതാണെന്നും CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിട്ടയച്ചത്. സംഭവത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും. പൊള്ളലേറ്റ 3 വയസ്സുകാരൻ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ആലങ്ങാട് തിരുവാല്ലൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബത്തിന്റെ ഉപവാസ സമരം. മരിച്ച അഭിജിത്തിന്റെ കുടുംബമാണ് SP ഓഫീസിന് മുന്നിൽ ഉപവാസമിരിക്കുക. ഏപ്രിൽ 16-നാണ് തിരുവാല്ലൂർ സ്വദേശി അഭിജിത്ത് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പ്രദേശവാസികളായ 6 പേർക്കെതിരെ ആലങ്ങാട് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആയി. പുതുച്ചേരി ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നയാളാണ് ഇന്നലെ മരിച്ചത്. 86 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കേസിൽ ഇതുവരെ 21 പേർ അറസ്റ്റിലായി. ഇവരിൽ പ്രധാന പ്രതികളായ 11 പേരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് CBCID കള്ളക്കുറിച്ചി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ട് മനിതനേയ മക്കൾ കക്ഷിയുടെ നേതൃത്വത്തിൽ ജൂലൈ 2-ന് സംസ്ഥാന വ്യാപകമായി സമരം നടത്തും. പ്രഭാതവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPIM-നെ പ്രതി ചേർത്തതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടി. അക്കൗണ്ടുകൾക്കപ്പുറം പാർട്ടി ഓഫീസിന്റെ സ്ഥലം തന്നെ കണ്ടുകെട്ടിയത് വൈകാരികതയ്ക്കും ആശങ്കയും തീർക്കുന്നുണ്ട്. ED നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് CPIM കാണുന്നത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം മാറുന്നതിന് മുൻപാണ് CPIM-നെതിരെയുള്ള ED കുരുക്ക്. BJP തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്ന ശേഷം നടത്തുന്ന രാഷ്ട്രീയ നീക്കം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവന്നൂർ വിഷയം ചർച്ചയാക്കി പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയപ്പോഴും CPIM-ന് കൃത്യമായ വിലയിരുത്തലുണ്ടായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് BJP-യുടെ രാഷ്ട്രീയ നീക്കമെന്ന് അന്നേ കണക്കുകൂട്ടി. അത് ശരിവെക്കുന്ന നടപടിയാണ് ഇപ്പോഴത്തേത്. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ BJP 1-ാം സ്ഥാനത്തെത്തിയതും സഹകരണ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണത്തിലെ മേൽക്കൈ തന്നെയാണ് പ്രകടമാക്കുന്നത്. കരുവന്നൂരിൽ കേന്ദ്ര ഏജൻസികൾ നിലപാട് കടുപ്പിച്ചാൽ വോട്ടായി മാറുമെന്ന് BJP-യും കണക്കുകൂട്ടുന്നു. കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ ഭൂമി തന്നെ കണ്ടുകെട്ടിയ സാഹചര്യത്തിൽ നിയമപരമായി ED നീക്കങ്ങളെ കൈകാര്യം ചെയ്യാനാണ് CPIM ഒരുങ്ങുന്നത്. ഒപ്പം പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിയുള്ള പ്രതിരോധത്തിനും. 24 തൃശൂർ. അച്ചടക്ക ലംഘനത്തിന് നടപടി നേരിട്ട അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം. നടപടി നേരിട്ട അധ്യാപകരെ തള്ളാനുള്ള സ്ഥലമാക്കി ജില്ലയെ മാറ്റരുതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതിയും നൽകി. ചങ്ങനാശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 അധ്യാപകർക്കെതിരെ നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസം. ക്ലാസുകൾ എടുക്കുന്നതിൽ വീഴ്ച വരുത്തി, പ്രിൻസിപ്പലിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, കൃത്യസമയത്ത് സ്കൂളിലെത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലാണ് നടപടി. വ്യാപക പരാതി വന്നതോടെ കോട്ടയം റീജിയണൽ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നടപടിയെടുത്തത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകർക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ സ്ഥലം മാറ്റിയ 3 അധ്യാപകരെ നിയമിച്ചത് സുൽത്താൻ ബത്തേരി, കല്ലൂർ, പനമരം, നീർവാരം, പെരിക്കല്ലൂർ സ്കൂളുകളിലേക്കാണ്. ഈ നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും PTA-യുമെല്ലാം കഠിന പ്രയത്നം നടത്തുന്നതിനിടയിൽ അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു. ഇവരെ വയനാട്ടിലേക്ക് മാറ്റുന്നത്, വയനാട്ടിൽ പണ്ട് മുതലേ ഒരു കീഴ്വഴക്കമുണ്ട്. ഒരു ജില്ലയിൽ ശിക്ഷണ നടപടി എടുക്കുന്ന ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് ഇരുത്താനുള്ളൊരു സ്ഥലമായി വയനാടിനെ കാണുന്നതുണ്ട്. വയനാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പാവപ്പെട്ട ആളുകളുടെ ജില്ലയാണ്. ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇവിടെയുള്ള അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും ലോക്കൽ ബോഡികളും ആജീവനാന്തമായി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ്. അധ്യാപകരുടെ അച്ചടക്ക ലംഘനത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ആക്ഷേപം സ്കൂളിന്റെ വിജയശതമാനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. കുട്ടികളെ വേർതിരിച്ചു കാണുന്ന പരാതി ഉന്നയിച്ചവരുടെ മാർക്ക് വെട്ടിക്കുറച്ചതും അധ്യാപകർക്കെതിരായുള്ള ആക്ഷേപമാണ്. ഈ അധ്യാപകരെ വയനാട്ടിലേക്ക് അയക്കരുതെന്ന് കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും സംഷാദ് മരക്കാർ വ്യക്തമാക്കി. 24 വയനാട്. മറ്റൊരു വാർത്തയിലേക്ക്. കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വിതരണത്തിന്റെ 3-ാം ഘട്ടം നടന്നു. മേയർ ആര്യ രാജേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 3-ാം ഘട്ടത്തിൽ 22 വാഹനങ്ങളാണ് വിതരണം ചെയ്തത്.
സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയിലൂടെ 100 ഓട്ടോറിക്ഷകൾ സൗജന്യമായി വിതരണം ചെയ്യും. ഇതിന്റെ 3ാം ഘട്ടമാണ് നഗരസഭയിൽ നടന്നത്. 3ാം ഘട്ടത്തിൽ 35 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ 22 ഉപഭോക്താക്കളാണ് നഗരസഭയിൽ അപേക്ഷയുമായി എത്തിയത്. ഗുണഭോക്താക്കൾക്ക് മേയർ ആര്യ രാജേന്ദ്രൻ താക്കോൽ കൈമാറി. നമ്മുടെ രാജ്യത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന മേഖലയിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി നഗരത്തിലെ 516 സർക്കാർ കെട്ടിടങ്ങൾ, 500 PMY ഭവനങ്ങൾ, 180 അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ സോളാർ റൂഫിംഗ്, നഗരപരിധിയിൽ കൂടുതൽ ഇലക്ട്രിക് ബസ് എന്നീ പദ്ധതികളും ഉടൻ നടപ്പിലാക്കും. 800 മെഗാവാട്ട് സോളാർ വൈദ്യുത പ്ലാന്റുകൾ സ്ഥാപിക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലന് സ്നേഹാദരമൊരുക്കാൻ കോഴിക്കോട്. പരിപാടിയുടെ സ്വാഗത സംഘം ഓഫീസ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതപഥം എന്ന പേരിലാണ് ഗോകുലം ഗോപാലന് ആദരമൊരുക്കുന്നത്. ഫ്ലവേഴ്സിന്റെ മെഗാ ഷോ ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി നടക്കും. സ്വാഗത സംഘം ഓഫീസ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെയും മാത്രമല്ല കേരളത്തിന്റെയും ഇന്ത്യ വിട്ടുക്കുമുള്ള ആളുകൾ ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ആദരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ആദരവ് ഒമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓഗസ്റ്റ് 20-ന് കോഴിക്കോടാണ് പരിപാടി നടക്കുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കലാസാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമാകും. 24 കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വെള്ളപ്പൊക്കം എന്ന് കേട്ടാൽ തന്നെ നെറ്റി ചുളിക്കുന്നവരാണ് നമ്മളിൽ പലരും. പല രീതിയിൽ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതവും പേറുന്നുണ്ട്. എന്നാൽ വെള്ളപ്പൊക്കത്തെ വൈബാക്കുന്ന ഒരു സ്ഥലം കോഴിക്കോടുണ്ട്. മഴക്കാലത്തെ ആ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് നഗരത്തിൽ നിന്നും മെഡിക്കൽ കോളേജ് മാവൂർ വഴി 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടോൽ താഴം സങ്കേതം റോഡിലെത്താം. പിന്നെ കാണാം ആളുകളുടെ മഴക്കാല വിനോദങ്ങൾ. ചെറുപുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് സങ്കേതം റോഡിലും വയലിലും വെള്ളം കയറാൻ കാരണം. വർഷങ്ങളായി ഈ പതിവുള്ളതിനാൽ ആളുകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം തന്നെ ഈ പ്രകൃതി ഭംഗിയാണ്. ഇവിടെ വെള്ളപ്പൊക്കം ആണെങ്കിലും വെള്ളപ്പൊക്കം അല്ലെങ്കിലും അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല നമുക്ക് വൈബാക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി വെള്ളം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. സെൽഫി എടുക്കാനും നീന്തി തുടിക്കാനും തിരക്ക്. പുഴയല്ലെങ്കിലും റോഡിലൂടെ തോണി തുഴഞ്ഞും വെള്ളത്തിലൂടെ വേഗതയിൽ വാഹനമോടിച്ചും മറ്റു ചിലർ. ഇങ്ങനെ 100 കണക്കിന് ആളുകളാണ് മഴ ശക്തമായാൽ സങ്കേതം റോഡിലെത്തുന്നത്. വേനൽക്കാലത്തെ സായാഹ്ന കാഴ്ചകൾ കാണാനും പ്രത്യേക സൗന്ദര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. 24 കോഴിക്കോട്. ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിനോദ സാംസ്കാരിക പരിപാടികൾ 2 മാസത്തോളം നീണ്ടു നിൽക്കും. ജിദ്ദ കോർണിഷിലെ ആർട്ട് പ്രോമിനേഡിലാണ് ജിദ്ദ സീസൺ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നടന്നത്. സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൗദ് ബിൻ മിഷാൽ, ജിദ്ദ ഗവർണർ പ്രിൻസ് സൗദ് ബിൻ അബ്ദുള്ള എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ. കരുമരുന്ന് പ്രയോഗങ്ങളും ഡ്രോൺ ഷോകളുമെല്ലാം ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ 2 മാസത്തോളം നീണ്ടു നിൽക്കും. ആർട്ട് പ്രോമിനേഡ്, സിറ്റി വാക്ക്, അമീർ മാജിദ് പാർക്ക്, ബലദ് തുടങ്ങിയ സ്ഥലങ്ങളിലും വിവിധ ഷോപ്പിംഗ് മാളുകളിലും പരിപാടികൾ ഉണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ കലാപരിപാടികൾക്കായി പ്രത്യേക ദിവസങ്ങൾ നീക്കിവച്ചിട്ടുണ്ട്. ജൂലൈ 26 വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ പരിപാടി. ഇന്ത്യ സൗദി നൈറ്റ് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിന്നുള്ള നികിത ഗാന്ധി, സൽമാൻ അലി, ഗൌദർ അലിഖാൻ എന്നിവരും സഞ്ജിത്ത് ഡാൻസ് ഗ്രൂപ്പും ഭാഗമാകും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി അമീർ മാജിദ് പാർക്ക് ജൂലൈ 4 വ്യാഴാഴ്ച സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. വൈകുന്നേരം 4:30 മുതൽ രാത്രി 11:30 വരെയായിരിക്കും അമീർ മാജിദ് പാർക്കിലെ പരിപാടികൾ. വിവിധ വിനോദ പരിപാടികൾക്ക് പുറമെ ഷോപ്പിംഗ് ഫെസ്റ്റിവലും പെയിന്റിംഗ് പ്രദർശനവും ഇവിടെ ഉണ്ടാകും. സൗദി ഈവന്റ്സ് വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും എൻട്രി ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒരിക്കൽ കൂടി എന്ന മുദ്രാവാക്യവുമായാണ് ഇത്തവണ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്.
ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികളുമായി UAE. കഴിഞ്ഞ വർഷം മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 12,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 30 ടണ്ണോളം മയക്കുമരുന്നും ഇക്കാലയളവിനിടെ പിടിച്ചെടുത്തതായും മയക്കുമരുന്നിനെതിരായ പോരാട്ടം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മയക്കുമരുന്ന് ഉപയോഗം രാജ്യത്ത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനായി വിശ്രമമില്ലാത്ത പോരാട്ടത്തിലാണ് രാജ്യത്തെ നിയമപാലകർ. മറ്റു രാജ്യങ്ങളിലുള്ള പോലീസ് കുറ്റാന്വേഷണ സംവിധാനങ്ങളുമായി യോജിച്ച് മയക്കുമരുന്ന് ശൃംഖലയുടെ വേരിറക്കുന്നതിനായാണ് രാജ്യം ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി മുന്നോട്ട് പോവുകയാണെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മയക്കുമരുന്ന് ഇടപാടുകാരായ 11,988 ആളുകളെയാണ് കഴിഞ്ഞ വർഷം പിടികൂടിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഇതേ കാലയളവിൽ 29.7 ടണ്ണിലധികം മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും 8,300 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. 2022 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിൽ 24% വർധനവാണ് വന്നിരിക്കുന്നതെന്ന് ഷാർജ പോലീസും വ്യക്തമാക്കി. നിയമവിരുദ്ധമായ വസ്തുക്കൾ വിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം 2,397 വെബ്സൈറ്റുകളാണ് ബ്ലോക്ക് ചെയ്തത്. വരും നാളുകളിലും മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാ പോരാട്ടം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അരുൺ പാറാട്ട്, 24 ദുബായ്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.